ഇനി നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്നത് ലിറ്റിൽ കൈറ്റ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ്. ഒന്നാമത്തെ ചോദ്യം, ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചതാരാണ്? ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചതാരാണ്? ഉത്തരം ജെയിംസ് ഗോസ്ലിംഗ്. ജെയിംസ് ഗോസ്ലിംഗ് ആണ് ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ചോദ്യം, പോർട്ടബിൾ കമ്പ്യൂട്ടർ ആദ്യമായി നിർമ്മിച്ചതാരാണ്? ഉത്തരം ആഡം ഓസ്ബോൺ. ആഡം ഓസ്ബോൺ ആണ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് നിർമ്മിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1975. 1975 മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സെയ്മൂർ പാപ്പർട്ട് കുട്ടികൾക്കായി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ. സെയ്മൂർ പാപ്പർട്ട് കുട്ടികൾക്കായിട്ട് വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? ഉത്തരം ലോഗോ. ലോഗോയാണ് സെയ്മൂർ പാപ്പർട്ട് കുട്ടികൾക്കായിട്ട് വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ. അഞ്ചാമത്തെ ചോദ്യം, ബില്യൺ ബീറ്റ്സ് എന്ന പ്രശസ്തമായ വെബ് പത്രം ആരുടേതാണ്? ബില്യൺ ബീറ്റ്സ് എന്ന പ്രശസ്തമായ വെബ് പത്രം ആരുടേതാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ് ബില്യൺ ബീറ്റ്സ് എന്ന പ്രശസ്തമായ വെബ് പത്രം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഉത്തരം വിൻഡൻ സർഫ്. വിൻഡൻ സർഫ് ആണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഈ പരിചയപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്? ഉത്തരം അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ ആദ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓക്ക്. ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ ആദ്യം ഓക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഹോട്ട് മെയിൽ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം. ഉത്തരം 1996 ജൂലൈ 4. 1996 ജൂലൈ 4 ഹോട്ട് മെയിൽ എന്ന പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം. നമ്മുടെ 10ാമത്തെ ചോദ്യം, 10th ക്വസ്റ്റ്യൻ, വൈറസ് എന്നതിന്റെ പൂർണ്ണ രൂപം, ഫുൾ ഫോം ഓഫ് വൈറസ്. ഉത്തരം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സിയേജ്. സോ വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സിയേജ് എന്നതാണ് വൈറസിന്റെ പൂർണ്ണ രൂപം. 11ാമത്തെ ചോദ്യം, URLന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം യൂണിഫോഴ്സ് റിസോഴ്സ് ലൊക്കേറ്റർ. ശ്രദ്ധിച്ച് കേൾക്കുക, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നതാണ് URLന്റെ പൂർണ്ണ രൂപം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വെക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗൂഗിൾ രൂപകൽപ്പന ചെയ്തത് ആരൊക്കെ ചേർന്നാണ്? ഉത്തരം ലാറി പേജ്, സെർജി ബ്രിൻ. ലാറി പേജ് പിന്നെ സെർജി ബ്രിനും ചേർന്നാണ് ഗൂഗിൾ രൂപകൽപ്പന ചെയ്തത്. 13th ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച വർഷം. ഉത്തരം 1956. 1956 ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിങ് സ്ഥാപനം ഏതാണ്? ഉത്തരം HDFC. HDFC ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിങ് സ്ഥാപനം. 15th ക്വസ്റ്റ്യൻ എന്താണ്? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്നാണ്. ഉത്തരം ഡിസംബർ 2. ഡിസംബർ 2 വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നെറ്റ്വർക്കിന്റെ പേരെന്ത്? ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നെറ്റ്വർക്ക്. ഉത്തരം എർനെറ്റ്.
എർനെറ്റ് ആണ് ഇന്റർനെറ്റുമായി ബന്ധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നെറ്റ്വർക്ക്. 18ാമത്തെ ചോദ്യം, ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ടെഡ് ഹോപ്പ്. ടെഡ് ഹോപ്പ് ആണ് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിച്ചത്. 19ാമത്തെ ചോദ്യം, വീഡിയോ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. വീഡിയോ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോലാൻ ബുഷ്നെൽ. നോലാൻ ബുഷ്നെൽ ആണ് വീഡിയോ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം, ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഉത്തരം ഏനിയാക്. ഏനിയാക് ആണ് ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്? ഉത്തരം ന്യൂസ് പേപ്പർ ടുഡേ. ന്യൂസ് പേപ്പർ ടുഡേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഹോട്ട്മെയിൽ പ്രസ്ഥാനം രൂപീകരിച്ച ഇന്ത്യക്കാരൻ. ഉത്തരം സബീർ ഭാട്ടിയ. സബീർ ഭാട്ടിയയാണ് ഹോട്ട്മെയിൽ പ്രസ്ഥാനം രൂപീകരിച്ച ഇന്ത്യക്കാരൻ. അടുത്തത് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കുന്നത്. 23ാമത്തെ ചോദ്യം, ആദ്യമായി ATM നിലവിൽ വന്നത് എവിടെയാണ്? ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ എവിടെയാണ് ആദ്യമായിട്ട് ATM നിലവിൽ വന്നത്? ഉത്തരം ലണ്ടൻ. ലണ്ടനിലാണ് ആദ്യമായി ATM നിലവിൽ വന്നത്. 24ാമത്തെ ചോദ്യം, നാസ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വെബ്സൈറ്റിന്റെ പേരെന്ത്? നാസ കുട്ടികൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള വെബ്സൈറ്റിന്റെ പേരെന്താണ്? ഉത്തരം കിഡ്സ് ക്ലബ്ബ്. 25ാമത്തെ ചോദ്യം, എന്താണ് ഷെൽഫ് വെയർ? അല്ലെങ്കിൽ ഈ ഷെൽഫ് വെയർ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം വിൽപ്പന നടക്കാത്ത സോഫ്റ്റ്വെയറുകൾ. ഓക്കെ, അപ്പോൾ വിൽപ്പന നടക്കാത്ത സോഫ്റ്റ്വെയറുകളെയാണ് ഷെൽഫ് വെയർ എന്ന് വിളിക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സ് അഭിരുചി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ചോദ്യങ്ങളും ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.